കുറേ നാൾ പ്ലാൻ ചെയ്ത് പോയ ഒരു ബൈക്ക് റൈഡിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും വൈഫും ഇൻട്രൂട്ടനും കൂടെ ചേർന്ന് പോയതാണ്. കൂടെ അനിയനും അവൻ്റെ വണ്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചയാണിത്. ഇത് പണ്ടെന്നോ ഉണ്ടായിരുന്ന ഒരു ചായക്കടയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. നല്ല രസമാണ് ഈ വഴിയൊക്കെ പോകുന്ന കാണുമ്പോൾ. രണ്ട് സൈഡിലും നല്ല വ്യൂസ് ആണ്, മലകളും കാര്യങ്ങളും എല്ലാം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയത് ഒരു ആൽപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയത്. യൂട്യൂബിലധികം വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അത് കാരണം തന്നെ ഞങ്ങൾ റൂട്ട് മാപ്പൊക്കെ സെറ്റ് ചെയ്താണ് രാവിലെ ഇറങ്ങിയത്. അതിരാവിലെ തന്നെ ഇറങ്ങി രാവിലെ ചെല്ലാൻ വേണ്ടിയിട്ട്. പക്ഷെ നിർഭാഗ്യപരമെന്ന് പറയട്ടെ, നമ്മുടെ വഴി തെറ്റി, റൂട്ട് തെറ്റി. ഞങ്ങൾ വേറൊരു ആൽപ്പാറ എന്ന് പറഞ്ഞ അമ്പലത്തിൽ തന്നെ ചെന്നു. വേറൊരു ആൽപ്പാറ അമ്പലത്തിൽ ചെന്നു. അതിൻ്റെ കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതാ ഞങ്ങളിപ്പോൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലും അധികം അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങി ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഏകദേശം ഒരു 8 മണി 9 മണി ആയതോടുകൂടി നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ തൊടുപുഴ വണ്ണപ്പുറം കഴിഞ്ഞിട്ടാണ് ഈ ആൽപ്പാറ എന്ന് പറയുന്ന സ്ഥലം, കഞ്ഞിക്കുഴിയെ കഴിഞ്ഞിട്ട്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് ഞങ്ങൾക്ക് തെറ്റിപ്പോയ സ്ഥലം. ശരിക്കും ഇവിടെ അല്ലായിരുന്നു വരേണ്ടത്. ഇത് ഓഫ് റോഡൊക്കെ നിറഞ്ഞ ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡായിരുന്നു. ഞങ്ങൾ ഇതിലെല്ലാം കയറി വന്നു. പക്ഷേ ഇവിടെ അല്ലായിരുന്നു സ്ഥലം. ഇതാ അവിടെ ഒരു ബോർഡ് കണ്ടോ, അവിടെ ഒരു അമ്പലമുണ്ട് ശരിക്കും. പക്ഷേ നിങ്ങൾ മാപ്പ് നോക്കി വരുമ്പോൾ അവിടെ അല്ല പോകേണ്ടത്. ഇപ്പം ഞങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കല്ലാർകുട്ടി പുഴയാണ് ഈ ഒഴുകുന്നത്. ശരിക്കും വരേണ്ടത് കല്ലാർകുട്ടി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷേ നമ്മൾ മാപ്പിൽ നോക്കി വരുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണിത്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഈ പാലത്തിൽ വന്ന് രാവിലെ വരണം. ഇത് കല്ലാർകുട്ടി പുഴയാണ്. വെള്ളം അധികം ഇല്ല. വെള്ളമില്ലാത്തൊരു സാഹചര്യത്തിലെ വ്യൂ ആണിത്. പാറയൊക്കെ മണ്ടം പാറകളാണ്, കണ്ടാൽ തന്നെ പേടിയോ, അമ്മാതിരി പാറകളാണ്. ഇതൊക്കെ വെള്ളം വരുമ്പോൾ മൂടിപ്പോകുന്നതായിരിക്കാം. അപ്പം ആ റോഡ് സൈഡിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളം വരുന്നില്ല. എനിക്ക് തോന്നുന്നു ഡാം അവർ ക്ലോസ് ചെയ്തുകൊണ്ടായിരിക്കണം. ഡാമിൽ ഞങ്ങൾ പോയിട്ടുണ്ട്, അതിൻ്റെ ഭാഗങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആൽപ്പാറ വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മാപ്പ് നോക്കി വരരുത്. മാപ്പിൽ 2 ആൽപ്പാറ ദേവീക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ട്. അത് രണ്ടും കാണിക്കും. ഏതാണെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. ഒരു കാരണവശാലും മാപ്പ് നോക്കി വരരുത്. ആൽപ്പാറ വരാൻ താല്പര്യമുള്ളവർ നേരെ ഈ പറയുന്ന കല്ലാർകുട്ടി വരിക. കല്ലാർകുട്ടി നമുക്ക് മാപ്പിടിച്ച് വരാൻ പറ്റും. കല്ലാർകുട്ടി ഡാമിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ പോയിന്റിൽ എത്തിച്ചേരാൻ പറ്റും. ഇതാണ് കല്ലാർകുട്ടി ഡാമിൻ്റെ മേലുള്ള പാലത്തിൻ്റെ വ്യൂ ആണ്. ഇവിടെ അധികം ആൾക്കാരൊന്നും ഇപ്പം ഇല്ല. നമ്മൾ ഏകദേശം മറ്റേ അമ്പലത്തിലൊക്കെ പോയി നമ്മുടെ ടൈമൊക്കെ പോയി. അതിനിടയ്ക്ക് ഫോറസ്റ്റുകാർ പിടിച്ചു. അവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ട്, റിസർവ് ഫോറസ്റ്റ് ഉണ്ട് കുറച്ച് ഭാഗം. ആ ഭാഗത്തൊന്നും നമുക്ക് പോകാൻ പറ്റില്ലാത്തതാണ്. അപ്പോൾ ഞങ്ങൾ കല്ലാർകുട്ടിയിൽ നിന്ന് ചേട്ടനോട് ചോദിച്ചിട്ടൊക്കെയാണ് ഈ വഴി കണ്ടുപിടിച്ചത്. ഇതാണ് അമ്പലത്തിലെ എൻട്രൻസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അവിടം തൊട്ട് നമ്മൾ അമ്പലം വരെയുള്ള വഴിയാണിത്. ഇതിലെ 4 വീൽ ഡ്രൈവ് അല്ലാണ്ട് 4x4 അല്ലാണ്ട് ഒരു വണ്ടികളും കയറുമെന്ന് തോന്നില്ല. അമ്മാതിരി കയറ്റമാണ്. ബൈക്ക് തന്നെ ഒരു തരത്തിൽ ഞാനൊക്കെ എണീറ്റ് നിന്ന് ഓടിച്ചിട്ടാണ് കയറിയത്. അമ്മാതിരി കയറ്റമാണ് അങ്ങോട്ട്. കോൺക്രീറ്റ് ആണ് റോഡ്, എങ്കിൽ പോലും നമുക്ക് നല്ല റിസ്ക് ആണ്. നല്ല ബ്രേക്കും കാര്യങ്ങളും ബൈക്കും കണ്ടീഷൻ അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നത് പാടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് വരണം. 2 സൈഡും കാടെന്ന് പറയാൻ പറ്റില്ല. അമ്പലത്തിന്റെ തന്നെ സംരക്ഷണത്തിലുള്ള ഭാഗമാണെന്ന് തോന്നുന്നു. പക്ഷേ ഒരു കാനന വീതിയാണ്, കണ്ടില്ലേ. ഫുള്ള് ഇത് പകൽ സമയത്താണ് പോകുന്നത്. ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ ടൈമാണ്, 2 മണി 2:30 ടൈമാണിത്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു 6 മണിയായ ഫീലാണ് ഇതിനകത്തൂടെ പോകുമ്പോൾ. കറക്റ്റ് വലിയ കയറ്റമാണ്. കയറ്റം ഇങ്ങനെ കിടക്കുവാണ്, ഇങ്ങനെ നേരെ മേളിലേക്ക് നേരെ ഫുള്ള് കയറ്റമാണ്. നല്ല രസമാണ്. ഇതിലേക്ക് വരാനായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ബൈക്ക് റൈഡിന് വീണ്ടും വരുന്നത്, ബൈക്കുമായിട്ട് റൈഡ് വരുന്നത്. കുറേ കാലത്തിന് ശേഷം, ഒത്തിരി കാലത്തിന് ശേഷം ഉണ്ടാവും. ഈ വഴി ഇങ്ങനെ മേളിലേക്ക് കിടക്കുകയാണ്, ഇങ്ങനെ തീരാതെ കിടക്കുകയാണ്. ഇതിൻ്റെ അങ്ങ് ഏറ്റവും ടോപ്പിലാണ് ഈ അമ്പലം. അപ്പം ഞങ്ങൾ രാവിലെ ഫുൾ ടൈം നമുക്ക് ആ മാപ്പ് തെറ്റി പോകാൻ കാരണം, ഗൂഗിൾ ചതിച്ചത് കാരണം നമ്മുടെ എല്ലാ പ്ലാനും തെറ്റി. അല്ലെങ്കിൽ നമ്മൾ വേറെ 2-3 സ്പോട്ടൊക്കെ ഇതിൻ്റെ അടുത്ത് പ്ലാൻ ചെയ്തിരുന്നായിരുന്നു. അതെല്ലാം മിസ്സായിപ്പോയി. എങ്കിലും നമ്മൾ ആദ്യം ഉദ്ദേശിച്ച സ്ഥലത്ത് വരണം എന്നുള്ളൊരു വാശി കൊണ്ട് ഞങ്ങൾ വിട്ടില്ല. ഞങ്ങൾ അടുത്ത സ്ഥലം ചോദിച്ച് കണ്ടുപിടിച്ചത് അമ്പലത്തിന്റെ താഴെ എത്തി. നിങ്ങൾ ആ മേളിൽ കാണുന്നില്ലേ, അതാണ് അമ്പലം. അങ്ങോട്ട് നമ്മൾ ഇവിടെ വണ്ടി വെച്ചിട്ട് നടക്കണം. ഇത് സൈഡിൽ കൂടെ ഉള്ളൊരു വഴിയാണ്. അമ്പലത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പുറത്തൂടെയും പോവാം. ഇതിലെ സൈഡിൽ കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഈ സൈഡിൽ സ്റ്റെപ്പ് ഉണ്ട്, അതിലേക്കൂടെ പോവാം. ഇവർ ഈ കമ്പ് വെച്ച് കെട്ടിയിട്ടില്ലേ, ഇതിന് താഴോട്ട് വലിയ കുഴിയാണ് കേട്ടോ. ഒരുമാതിരി കൊക്ക പോലെ ഇരിക്കും. താഴെ പോയി കഴിഞ്ഞാൽ കാലുമൊക്കെ ഒടിഞ്ഞ് അപകടം ഉണ്ടാവും. പക്ഷെ ഈ അവിടെ ഒരു കമ്പ് ഒക്കെ വെച്ച് കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇത് സൈഡിൽ കൂടെ ഉള്ള വ്യൂ ആണ് കേട്ടോ. ഈ വഴിയിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോയതിനു ശേഷം ഇടതുവശത്തായിട്ടൊരു സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഇത് കണ്ടോ, ഈ സ്റ്റെപ്പ് വഴി കയറി നമ്മൾ അമ്പലത്തിലേക്കാണ് ചെല്ലുന്നത്. ഈ അമ്പലം ഇരിക്കുന്നത് ഈ കുന്നിന്റെ ഏറ്റവും മുകളിലാണ്. ഇതിന്റെ മുകളിലേക്ക് ഇനി ഇല്ല. അമ്പലം കൊണ്ട് തീരുവാണ് ഇവിടെ.
ഇവിടെ ആൾക്കാർ താമസമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. കണ്ടോ, ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ ഉണ്ടോ, മലകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കാണാനില്ല. ഏത് സൈഡിലേക്ക് നോക്കിയാലും മലകൾ മാത്രം. ഇതല്ല ഇതിന്റെ വ്യൂവിന്റെ രസം, അത് വരുന്നേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഈ റോഡ് വഴി, എൻ്റെ ബാഗ് കണ്ടോ ഇരിക്കുന്നത്, ഈ റോഡ് വഴി ഈ സ്റ്റെപ്പ് വഴി നമ്മളിങ്ങനെ മേളിലേക്ക് കയറി ചെല്ലുമ്പോഴേ ഇതാണ് അനിയൻ. അവനും കൊച്ചും അവിടെ കയറി ഇരിക്കുക, മടുത്തു. കാര്യം അത്രയും കയറ്റമാണ് ഇങ്ങോട്ട്, നടക്കാനും ഉണ്ട് നല്ല രീതിക്ക്. ഇതാണ് കേട്ടോ അമ്പലം അടച്ചിട്ടിരിക്കുകയാണ്, ഉച്ച കഴിഞ്ഞല്ലേ. ഇവിടെ ഈ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ പൂജയുള്ളെന്നാണ് കേട്ടത്. താഴത്തെ ചേട്ടന്മാരൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന കേട്ടോ അമ്പലത്തിലൊക്കെ. നല്ല ഇവിടെ നിന്ന് എന്തോ ഒരു പൂജ ഉണ്ടായിരുന്നു, ഞങ്ങൾ വന്ന ദിവസം ഇവിടെ ഒരു പൂജ ഉണ്ടായിരുന്നു. അപ്പം വൈകിട്ട് നമ്മൾ നിൽക്കുവാണെങ്കിൽ വീണ്ടും അമ്പലം തുറക്കും. ഇതിപ്പം ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് അവർ പോയി. അപ്പം ഈ അമ്പലത്തിനകത്ത് കയറാൻ പറ്റിയില്ല, അവിടെ അടച്ചു കിടക്കുമായിരുന്നു. സൈഡിൽ കൂടെയുള്ള വഴിയാണിത്. ഈ വഴി നമ്മളിങ്ങനെ, അത് വളരെ സൂക്ഷിച്ചാണ് ഇത്. അങ്ങനെ അവിടെ വേറെ സംരക്ഷണങ്ങളൊന്നുമില്ല. താഴേക്ക് പോയി കഴിഞ്ഞാൽ പോയി, പിന്നെ നോക്കണ്ട. ഇതുണ്ടോ, ഇത് അമ്പലത്തിന്റെ മതിലാണ്, ചുറ്റുമതിലാണ്. ചുറ്റുമതിലിന്റെ വെളിയിൽ കൂടെയാണ് നമ്മൾ വരുന്നത്. അമ്പലത്തിലൊന്നും നമ്മൾ കയറുകയോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അമ്പലത്തിന്റെ ഒരു വശത്തെ സ്റ്റെപ്പ് നമ്മൾ കണ്ടില്ലേ, അതിന്റെ അടുത്ത വശമാണിത്. ഇവിടുന്ന് ഒരു ഗേറ്റ് ഉണ്ട് അമ്പലത്തിനകത്തേക്ക്. കണ്ടു കഴിഞ്ഞാൽ കയറാൻ തോന്നും, പക്ഷേ അമ്പലം അടച്ച സമയത്ത് നമുക്ക് കയറാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ വെളിയിൽ നിന്ന് ഇതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ പിടിച്ചതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ അടുത്ത വർഷമായിരിക്കും ചിലപ്പം പൂജ ഉണ്ടാവുക, അങ്ങനെ എന്തോ ആണിത്. ഡെയിലി പൂജ ഇല്ലെന്നാണ് പറഞ്ഞത്. ഇതാണ് അവരുടെ അമ്പലത്തിലെ പൂജയുടെ മൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇപ്പം ഈ കാണുന്നുണ്ടോ, ഇത് ഇവിടെ വരുന്നൊരു കാറ്റൊരു രക്ഷയില്ല കേട്ടോ. എത്ര നേരം വേണേലും ഇവിടെ ഇരിക്കാം. അമ്മാതിരി. ഒന്നാമത്തെ കാര്യം, ഇവിടെ അധികം ആൾക്കാർ ആരുമില്ല, അധികം നല്ല ആരുമില്ല. ഇവിടെ ഒരു ചെറിയൊരു കുളമുണ്ട്. ഈ കുളം എന്ന് പറഞ്ഞാൽ ഈ പാറയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു ചെറിയൊരു കുളമാണ്. അതിനകത്ത് ഇറങ്ങാനൊന്നും കൊള്ളില്ല, വൃത്തിയിലായി കിടക്കുകയാണ്, വയലൊക്കെ പിടിച്ച്. ഇതാണ് ഇവിടെ ഇത്രയും ഭാഗമേ ഉള്ളൂ ഈ വ്യൂ പോയിന്റിൽ നമുക്ക് നിൽക്കാൻ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കാം. ഈ താഴോട്ട് കാലിൽ ഞാൻ ഇട്ടിരിക്കുന്ന ആ താഴോട്ട് പോയി. അത് വലിയ കൊക്കയാണ് കേട്ടോ, ശരിക്കും കൊക്കയാണ് താഴോട്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടാറ് വ്യൂ ആണ്. ഈ മഞ്ഞൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട്, ഇതൊരു ഉച്ച സമയമായിട്ട് പോലും ഇവിടെ വെയിലടിച്ചെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രശ്നമില്ല. താഴെ കാണുന്ന പുഴയാണോ കല്ലാരക്കുട്ടിയുടെ ഭാഗമാണോ എന്നറിയില്ല, ഒരു പുഴ കാണാം. വേറെ പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻസ് ഒന്നും അവിടെ നമുക്ക് കാണാനില്ല. ഞാൻ സൂം ചെയ്ത് നോക്കി, ഒരു പാലം ഉണ്ട്, എനിക്കൊന്ന് അതാണെന്ന് തോന്നുന്നു. അത്രയും താഴെ നിന്നാണ് നമ്മൾ കയറി വന്ന് നോക്കണം, അത്ര ഹൈറ്റിലാണ്. അധികം വീഡിയോസ് ഒന്നും ഇല്ല ഇതിനെപ്പറ്റി യൂട്യൂബിൽ. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അമ്പലത്തിന്റെ സൈഡ് ആയതുകൊണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ വന്ന് ഇരുന്നിട്ട് പോകണം, അല്ലാണ്ട് വേറൊന്നുമില്ല. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അവിടുത്തെ വ്യൂവും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നാൽ ഇവിടെ വരെ വന്നതല്ലേ, കല്ലാർക്കുട്ടി ഒന്ന് കണ്ടേക്കാം, ഡാം ഒന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ച്. കാര്യം എന്തായാലും വൈകിട്ടായി, ഇനി വേറെ സ്പോട്ടൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ നേരെ കല്ലാർക്കുട്ടി ഡാം ഒന്ന് കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ഡാം അടച്ചിട്ടേക്കാണ്. എങ്കിലും നമുക്ക് ഇതിന് മേളിലൂടെ വണ്ടി ഓടിച്ച് അപ്പുറത്തൊക്കെ പോകാൻ പറ്റും, വേറെ പാസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളെന്നാൽ പിന്നെ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ച് ജസ്റ്റ് അതിൻ്റെ മേളിലേക്ക് ഒന്ന് വണ്ടി ഓടിച്ച് അപ്പുറത്തെ സൈഡിലൊന്ന് പോയിട്ട് ഇതിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കല്ലാർക്കുട്ടി ഡാമും കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു. കാര്യം വൈകിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാനേ തോന്നാത്തൊരു സ്ഥലമാണ് കേട്ടോ ഈ കല്ലാർക്കുട്ടി. അതുപോലെ ഞങ്ങൾ ആദ്യം പോയ സ്ഥലം ചുരുളിയായിരുന്നു. നമുക്ക് വഴി തെറ്റിപ്പോയ ഒരു ആൾപ്പാറ അമ്പലത്തിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആ ചുരുളി എന്ന് പറഞ്ഞ സ്ഥലമാണ്. തിരിച്ചു പോരുന്ന വഴിക്ക് ഈവനിങ് ആയപ്പോഴത്തേക്കും കോടയൊക്കെ ഇറങ്ങി. ആ സമയത്ത് കണ്ടൊരു വ്യൂ ആണ്. ചായ കുടിക്കാൻ വേണ്ടി നിർത്തുകയാണ് ഇവിടെ. അപ്പോൾ ഈ സൈലൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഇവിടെ അധികം ആൾക്കാരില്ല, ബഹളങ്ങളില്ല, തിരക്കില്ല. സുഖമായിട്ട് ബൈക്കൊക്കെ ഓടിച്ച് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി നടക്കാം. അപ്പം ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളും വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.